റമദാൻ മാസത്തിലെ ഒരു സഹോദരിയുടെ ജിന്നനുഭവ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളിലൊന്നായിരുന്നു അത്. ഞങ്ങളുടെ നാട്ടിലെ ആ പഴയ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയായിരുന്നു ആ സഹോദരിയുടെ ഭർത്താവ്. ആ പള്ളിയിലെ രാത്രികാലങ്ങളിൽ ജിന്നുകളുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഭയഭക്തിയോടെ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായി തോന്നിയിരുന്നില്ല. ഒരു രാത്രി തഹജ്ജുദ് നമസ്കാരത്തിനായി എഴുന്നേറ്റ് അദ്ദേഹം പള്ളിയുടെ ഒരറ്റത്ത് പ്രാർത്ഥനയിൽ മുഴുകി. പെട്ടെന്നാണ് നേർത്തൊരു നിഴൽ ചലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതൊരു മനുഷ്യരൂപമായിരുന്നില്ല. സ്വർണ്ണ നിറത്തിലുള്ള ആ രൂപങ്ങൾ പള്ളിയിൽ നിശബ്ദമായി ആരാധനയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഭയന്നു പോയെങ്കിലും അദ്ദേഹം ഖുർആൻ പാരായണം തുടർന്നു. ആ ജിന്നുകൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ല, മറിച്ച് അവരുടെ ആരാധനകൾ നിർവഹിച്ച് എങ്ങോട്ടോ മറഞ്ഞു. ഈ അനുഭവം ആവർത്തിച്ചതോടെ അദ്ദേഹത്തിന് ഭയം മാറി. എന്നാൽ ഒരു ദിവസം പുലർച്ചെ കച്ചവടത്തിനായി പോകുകയായിരുന്ന ഒരാൾ നമസ്കരിക്കാനായി പള്ളിയിൽ കയറി ലൈറ്റിട്ടതും അയാൾ കണ്ടത് പള്ളി നിറയെ സ്വർണ്ണ നിറമുള്ള വലിയ പാമ്പുകളെയാണ്. പേടിച്ച് നിലവിളിച്ച് പുറത്തേക്ക് ഓടി അയാൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി. നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ കണ്ടത് ശാന്തനായി പ്രാർത്ഥിക്കുന്ന ആ സഹോദരിയുടെ ഭർത്താവിനെയാണ്. പാമ്പുകൾ എവിടെയെന്ന് ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടത് പാമ്പുകളെയല്ല, ജിന്നുകളെയാണ്. അവർ ഇവിടെ ആരാധനക്കായി വരുന്നവരാണ്, ആരെയും ഉപദ്രവിക്കാറില്ല. ഇത് കേട്ട് വിശ്വാസം വരാത്ത 2 പേർ അന്ന് രാത്രി അവിടെ തങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ നേരം പുലർന്നപ്പോൾ അവരെ കണ്ടത് പള്ളിയിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു തെങ്ങിൻ തോപ്പിലാണ്. ഈ സംഭവം നാട്ടിലാകെ പടർന്നു. റമദാനിലെ ആ രാത്രിയിൽ ജിന്നുകളുടെ ലോകത്തെക്കുറിച്ചൊരു നേർക്കാഴ്ച ലഭിച്ച ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ അനുഭവം ഇന്നും ആ നാട്ടുകാർ ഒരത്ഭുതത്തോടെയാണ് ഓർത്തു വെക്കുന്നത്.